കണ്ണൂർ മാടായി കോളേജിൽ നിയമനം ലഭിച്ചവരിൽ നിന്ന് കോഴ വാങ്ങിയെന്ന അഭിമുഖത്തിൽ പങ്കെടുത്ത ഉദ്യോഗാർത്ഥി 15 ലക്ഷം കോഴ വാങ്ങിയാണ് നിയമനമെന്നാണ് അഭിമുഖത്തിൽ പങ്കെടുത്ത നിതീഷ് ടിവിയുടെ ആരോപണം. അഭിമുഖ പാനലിലെ സർക്കാർ പ്രതിനിധിക്ക് പരാതി നൽകിയെന്നും യൂത്ത് കോൺഗ്രസ് ഭാരവാഹി കൂടിയായ നിതീഷ് പറഞ്ഞു. ശനിയാഴ്ച നടന്ന ഇൻ്റർവ്യൂവിൽ രണ്ടാമത് ഇൻ്റർവ്യൂ ചെയ്ത് തന്നെയാണ്. അതേസമയം തന്നെ ഇൻ്റർവ്യൂ ബോർഡിലുള്ള സർക്കാർ പ്രതിനിധിക്ക് ഞാനൊരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. MK രാഘവൻ MPയുടെ ബന്ധുവായ ധനേഷ്, പിന്നെ പയ്യന്നൂർ സ്വദേശി പരട്ടി പൊതുവാൾ എന്നിവർക്ക് നേരത്തെ ഈ ജോലി വാഗ്ദാനം ചെയ്തതായി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവരോട് അതിനുവേണ്ടിയുള്ള സാമ്പത്തികവും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പേര് വെച്ച് തന്നെ ഞാൻ സർക്കാർ പ്രതിനിധിക്ക് ഞാൻ പരാതി കൊടുത്തു. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന്. സജോ, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ആരോപണവും ഈ പരാതിയും MK രാഘവൻ MPയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണ്. മറ്റൊന്ന്, സർക്കാരിന് വേണമെങ്കിൽ ഇടപെടാനൊരു സാധ്യത കൂടി ഈ പരാതിയെ തുടർന്നുണ്ടാകുന്നുണ്ട്, അല്ലേ? വിജയകുമാർ, രണ്ട് തരത്തിൽ വിജയകുമാർ ശരിയായി സൂചിപ്പിച്ചതുപോലെ രണ്ട് തരത്തിലാണ്. ഒന്ന് രാഷ്ട്രീയമായി, മറ്റൊന്ന് നിയമപരമായി കൂടിയും ഇത് വലിയ തോതിൽ കോൺഗ്രസിനകത്തും നിയമപരമായും ഒക്കെ ഒരു സങ്കീർണമായ വിഷയമായി കൂടുതൽ വിവാദമായി മാറുകയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ MK രാഘവൻ MP മാധ്യമങ്ങളെ കണ്ട് വിശദീകരിച്ചത് വളരെ സുതാര്യമായി ഇക്കാര്യത്തിൽ നിയമനം നടത്തി, രാഷ്ട്രീയ പരിഗണനയൊന്നുമില്ല, സുപ്രീം കോടതി മാനദണ്ഡം, PSC മാനദണ്ഡം, സഹകരണ വകുപ്പിൻ്റെ ചട്ടങ്ങൾ എന്നിവയൊക്കെ അനുസരിച്ച് വളരെ സുതാര്യമായി സത്യസന്ധമായി നിയമനം നടന്നുവെന്നതാണ്. ഇതിൽ പക്ഷേ MK രാഘവൻ്റെ ബന്ധു കൂടിയായ CPIM DYFI പ്രവർത്തകൻ, മറ്റൊരു CITU നേതാവിൻ്റെ മകൻ, അങ്ങനെ രണ്ട് CPIMകാരെ നിയമിച്ചു എന്താണ് പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒക്കെ ആരോപണം. അത് പാർട്ടിക്കകത്ത് തന്നെ വലിയ കലഹമായി തന്നെ ഇപ്പോൾ പടരുന്നുണ്ട്. ഇതിൽ ഈ ഉദ്യോഗാർത്ഥി മാത്രമല്ല, അതായത് നിതീഷ് TV എന്നത് ഉദ്യോഗാർത്ഥി മാത്രമല്ല, നിതീഷ് അടക്കമുള്ള ഉദ്യോഗാർത്ഥികൾ 80-ലധികം ഉദ്യോഗാർത്ഥികൾ ഈ 4 പോസ്റ്റിലേക്കായി അപേക്ഷിച്ചിരുന്നു. അതിൻ്റെ അഭിമുഖവും മാടായി കോളേജിൽ നടന്നിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ റിക്രൂട്ട്മെൻറ്റിന് അഭിമുഖത്തിന് മുന്നോടിയായി തന്നെ ഇങ്ങനെ കോഴ വാങ്ങി നിയമനം നേരത്തെ തന്നെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആദ്യം അഡ്വാൻസായി 10 ലക്ഷം രൂപ വാങ്ങിക്കും. അങ്ങനെ 10 ലക്ഷം രൂപ വാങ്ങിച്ചതിന് ശേഷം അഭിമുഖത്തിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. പിന്നീട് അഭിമുഖം പൂർത്തിയായി നിയമനം ലഭിക്കുന്നതോടുകൂടി ബാക്കി 5 ലക്ഷം കൂടി നൽകണം എന്നാണ് തങ്ങൾക്ക് ലഭിച്ച വിവരം. അത് വിശ്വസനീയമായ വിവരമുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളുണ്ട് എന്നാണ് നിതീഷ് അവകാശപ്പെടുന്നത്. MK രാഘവൻ ഇത് പറഞ്ഞതുകൊണ്ടാണ് ഈ വിഷയം ഇപ്പോൾ പുറത്തു പറയുന്നത്. ആ ഘട്ടത്തിൽ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്ന വേളയിൽ തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിരുന്നു, അതിന് മുന്നോടിയായി തന്നെ ബോധ്യപ്പെട്ടിരുന്നു. പക്ഷേ എന്നിട്ടും അവിടെ പങ്കെടുത്ത് സർക്കാർ പ്രതിനിധി, ആ ഇൻ്റർവ്യൂ ബോർഡിൽ പാനലിൽ ഒരു സർക്കാർ പ്രതിനിധിയുണ്ട്, രേഖാമൂലം ഒരു പരാതി എഴുതി നൽകി. അത് ആ പ്രതിനിധി സ്വീകരിച്ചു എന്നത് എഴുതി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നിതീഷ് പറയുന്നത്. അതിൽ തന്നെ നേരത്തെ തന്നെ MK ധനേഷ് ഒപ്പം ഭരത് D പൊതുവാൾ ഇവർ രണ്ടുപേരും ഈ 10 ലക്ഷം രൂപ നൽകിയെന്ന വിവരമാണ് ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു പരാതി ആ ഘട്ടത്തിൽ തന്നെ നൽകിയത് എന്നുകൂടി പറയണം. അത് സ്വീകരിച്ചു, സർക്കാർ പ്രതിനിധി സ്വീകരിച്ചത് ഒപ്പിട്ട് നൽകിയിട്ടുണ്ട്, അതിൻ്റെ രേഖയും കൈവശമുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ കൃത്യമായ കോഴ നടന്നിട്ടുണ്ട്. കോഴ വാങ്ങിയാണ് CPIമാർക്ക് നിയമനം ലഭിച്ചത് എന്നാണ് ആരോപണം. എന്ന് മാത്രമല്ല, യൂത്ത് കോൺഗ്രസിൻ്റെ കല്യാശ്ശേരി ബ്ലോക്ക് വൈസ് പ്രസിഡന്റാണ് പരാതിക്കാരനായ നിതീഷ് എന്നതുകൂടി MK രാഘവൻ MPയെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കുന്നതാണ്. ഒപ്പം ഈ നിയമനത്തെ കൂടി നിയമപരമായ പ്രശ്നത്തിൽ നിർത്തുന്നതാണ് എന്നതുകൂടി തർക്കമറ്റ കാര്യമാണ്. ഈ വിഷയത്തിൽ അങ്ങനെ കൂടുതൽ വിവാദങ്ങൾ ഉയർന്നു വരുന്നു എന്ന് മാത്രമല്ല, കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇന്ന് വൈകിട്ട് അവിടെ പ്രാദേശികമായി അദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്ന കുഞ്ഞിമംഗലത്തെ പ്രാദേശിക നേതൃത്വം ഈ MK രാഘവൻ MPയുടെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. പരാതി നൽകിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ കല്യാശ്ശേരിയിലെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് നിതീഷാണ്. നിയമനം സുതാര്യമാണെന്ന MK രാഘവന്റെ വാദം തെറ്റാണ് എന്നാണ് പരാതിക്കാരൻ തന്നെ പറയുന്നത്. അപ്പോൾ കോഴ ഇടപാട് നടന്നു, കോഴ നൽകി 2 CPM പ്രവർത്തകർക്ക് നിയമനം നൽകിയെന്നാണ് MK രാഘവൻ അങ്ങനെ നിയമനം നൽകിയെന്നതാണ് കോൺഗ്രസിന്റെ പരാതി. ആ പരാതിയിലെ കോഴ ഇടപാട് സംബന്ധിച്ചുള്ള ആരോപണം സർക്കാർ അന്വേഷിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അന്വേഷിക്കാനുള്ള സാധ്യത ഉണ്ട്. അതിലേക്ക് ഒരു പരാതി ലഭിച്ചിട്ടുണ്ട്. അതിലെന്ത് നടപടി ഉണ്ടാകുമെന്ന് അറിയില്ല.